സാധ്യതകളിൽ താൽപ്പര്യം കണ്ടെത്തണോ അതോ താൽപ്പര്യമുള്ള സാധ്യതകളിൽ അവസരം കണ്ടെത്തണോ? സുരക്ഷിതമായ ഒരു ഭാവി കണ്ടെത്തുന്നതിൽ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണിത്. സാധ്യതകൾ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട്, ഓരോ മേഖലകളിലും ഓരോ വിഷയങ്ങളിലും, അല്ലേ? ആ സാധ്യതകളിൽ ഏറ്റവും നല്ല സാധ്യതകളിൽ താല്പര്യം കണ്ടെത്തണോ? അതല്ല, നമ്മുടെ താല്പര്യങ്ങൾ ഏത് മേഖലയിലാണ്, ഏത് വിഷയങ്ങളിലാണ് എന്ന് കണ്ടെത്തിയിട്ട് ആ താല്പര്യമുള്ള സാധ്യതകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണം. യുക്തിപരമായി ചിന്തിച്ചാൽ എവിടെയാണ് വിജയസാധ്യത? സാധ്യതകൾ മാത്രം നോക്കിക്കൊണ്ട് നമ്മളൊരു മേഖലയെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ആ മേഖലയ്ക്ക് അനുയോജ്യമായിരിക്കണമെന്നില്ല നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ അഭിരുചിയും. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള പുരോഗമനങ്ങൾ ഉണ്ടാക്കാനും ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണെന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ ഏത് മേഖലയിലാണ്, ഏത് വിഷയങ്ങളിലാണ്, നമ്മുടെ അഭിരുചി എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധി ഏത് തരമാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ വിജയം സുനിശ്ചിതമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് റിയാസക് എന്ന പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനെ കുറിച്ചാണ്. റിയാസക് എന്നത് നമ്മളിലുള്ള 6 തരം ഇൻ്റലിജൻസിൻ്റെ ഷോർട്ട് ഫോമാണ്. റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എൻ്റർപ്രൈസിങ് ആൻഡ് കൺവെൻഷണൽ. ഇതിൽ ഏത് ഇൻ്റലിജൻസ് ആണ് നമ്മളിലുള്ളത് എന്ന തിരച്ചിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശരിയായ മേഖല ഏതാണെന്ന് തിരിച്ചറിയാനും കഴിയുന്നത്. റിയാസക് അസസ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിയാസക് അസസ്മെൻറ്റ് ഈസ് type of personality assessment used to help individuals to better understand their career interest and strengths, based on theory from John Holland, a renowned psychologist. This type of assessment is based on the premise that people perform best in environments that align with their level on 6 personality factors: realistic, investigative, artistic, social, enterprising and conventional. Additionally, like the Big 5 personality traits model, the Riazek model provides valuable insights by linking personality dimensions with career preference. It can also be used for pre-employment testing. The US Department of Labor's Open Network System, a comprehensive career database used by millions annually, integrates the Riazek framework to categorize over 900 occupations. Through tools like the Interest Profiler, it helps users match their interest to relevant career paths, enhancing personalized career exploration. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റുകൾ ഒരുപാടുണ്ടെങ്കിലും റിയാസക് എന്ന അസസ്മെൻ്റാണ് കരിയർ അസസ്മെൻറ്റിനായിട്ട് ഏറ്റവും പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ശക്തിയെയും നമ്മുടെ താല്പര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ തീർച്ചയായും നമുക്ക് ശോഭിക്കാൻ കഴിയും. നമ്മുടെ വ്യക്തിഗതമായ താല്പര്യങ്ങളെ കണ്ടെത്താനും അതിലൂടെ നമ്മുടെ ശരിയായ ഭാവിയുടെ പാത കണ്ടെത്താനും വ്യക്തിപരമായി നമുക്ക് ശരിയായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും നമ്മളെ ഏറ്റവും കൂടുതലും സഹായിക്കുന്ന ഒരു കരിയർ അസസ്മെൻ്റാണ് റിയാസക് മോഡൽ. ഇനി ഓരോ ഇൻ്റലിജൻസും ആ ഇൻ്റലിജൻസിന് താല്പര്യം കാണിക്കുന്ന പ്രവർത്തനങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. റിയലിസ്റ്റിക്: പീപ്പിൾ who enjoy working with their hands, using tools and engaging in physical activity. Career in engineering, construction or athletic are typical for this type. അതായത് കായികമായി കൈകൾ കൊണ്ട് തൊട്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് ആണ് റിയലിസ്റ്റിക്. അടുത്തത് ഇൻവെസ്റ്റിഗേറ്റീവ്: ഇൻഡിവിജ്വൽസ് ഹൂ ആർ അനലിറ്റിക്കൽ, ക്യൂരിയസ് ആൻഡ് എൻജോയ് സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലംസ്. ദീസ് people often thrives in science, research and technical fields. അതായത് പുതിയ പുതിയ പ്രശ്നങ്ങളെ പരിഹരിക്കാനും പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഉപായങ്ങൾ മെനഞ്ഞ് പുതിയ വഴികൾ തിരഞ്ഞ് പോകുന്ന ഒരു തിരച്ചിലിലൂടെ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസാണ്. അവർക്ക് ഏറ്റവും ശോഭിക്കുന്ന മേഖലകളാണ് സയൻസും റിസർച്ചും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും എൻജിനീയറിംഗ് പോലെയുള്ള മേഖലകൾ. ആർട്ടിസ്റ്റിക്: creative thinkers who express themselves through arts, music, writing or design. These individuals prefer jobs in the creative industries.
കലാപരമായ വാസനകളും ക്രിയാത്മകമായ കഴിവുകളുമുള്ള ആൾക്കാരാണ് ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നത്. സോഷ്യൽ, കമ്പാഷനേറ്റ് ആൻഡ് ഹെൽപ്ഫുൾ ഇൻഡിവിജ്വൽസ് who are drawn to teaching, counseling or healthcare. Social types enjoy working with others and making a positive impact. അതായത് സാമൂഹികപരമായും സേവനാധിഷ്ഠിതമായിട്ടുള്ള തൊഴിലാണ് ഈ സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത. ടീച്ചിങ്, കൗൺസിലിംഗ്, ഹെൽത്ത് കെയർ, ഈ മേഖലയിലെല്ലാം അവർക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും. എൻ്റർപ്രൈസിങ്, ദീസ് പീപ്പിൾ ആർ കോൺഫിഡൻറ്റ്, പെർസ്യൂസീവ് ആൻഡ് ലൈക്ക് ടു ലീഡ്. They often excel in business, sales or management roles. സംരംഭകരാകാനുള്ള ശേഷി, അതേപോലെ തന്നെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ശേഷി, അതാണ് എൻ്റർപ്രൈസിങ് ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത. കൺവെൻഷണൽ, ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ഇൻഡിവിജ്വൽസ് who enjoy structure and organization. Jobs in accounting, administration or data management typically attract this type. ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഏകീകരണം, ക്രോഡീകരണം, ക്രമീകരണം, നിയന്ത്രണം എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ ശേഖരണം, അതിൻ്റെ പരിപാലനം, ഇതെല്ലാം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവാണ് കൺവെൻഷണൽ ഇൻ്റലിജൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഉള്ളത്. അപ്പോൾ റിയാസ് അസസ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി ആരാണ് അല്ലെങ്കിൽ എവിടാണ് നമ്മുടെ വ്യക്തിത്വം കണ്ടെത്തുന്നത്? അതിനുള്ള ഉത്തരമാണ് ഏകജാലക കേന്ദ്രങ്ങളും എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലേഴ്സും. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിൻബലത്തിൽ സ്കിൽ സ്കാൻ അസസ്മെൻറ്റിലൂടെ വ്യക്തിത്വങ്ങൾ കണ്ടെത്തുകയും ആ വ്യക്തിത്വങ്ങൾക്ക് അനുയോജ്യമായ മേഖല കണ്ടെത്തുകയും ആ മേഖലയിൽ ഏറ്റവും പരമോന്നതമായ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ചെയ്യുകയാണ്. അതും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അഡ്മിഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ മേഖലകൾ കണ്ടെത്താനും ആ മേഖലകളിൽ സ്വന്തം ഭാവി കണ്ടെത്താനുമുള്ള ആശ്രിത സ്ഥാനമായി മാറ്റപ്പെടുകയാണ് ഏകജാലക കേന്ദ്രങ്ങളും കരിയർ കൗൺസിലേഴ്സും.